ബഹുമാന്യരെ, പ്രിയരെ, KSTM എറണാകുളം ജില്ലാ കമ്മിറ്റി ദേശീയ വിദ്യാഭ്യാസ നയവുമായി അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള വെബിനാർ എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കുവാൻ തയ്യാറായ KSTM ജില്ലാ കമ്മിറ്റിയെ KTFൻ്റെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 2020 ജൂലൈ 29 കേന്ദ്ര മന്ത്രിസഭ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വളരെയധികം ആശങ്കാജനകമാണ്. കാരണം പാർലമെൻറ്റിൽ പോലും യാതൊരുവിധ ചർച്ചയും നടത്താതെയാണ് ഇത് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. ജനാധിപത്യം, മതേതരത്വം, ഫെഡറലിസം, പിന്നോക്ക ന്യൂനപക്ഷ അവകാശങ്ങൾ തുടങ്ങിയ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾക്ക് മതിയായ പരിഗണന നൽകാത്ത ഈ നയം സാമൂഹ്യ രാഷ്ട്രീയ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഈ നയത്തെ കേരള അറബിക് ടീച്ചർ ഫെഡറേഷൻ പല നിലക്കും പരിശോധിക്കുകയും ചർച്ചകൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. തൽഫലമായി ചില നിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്ക് ഈ വെബിനാർ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനുള്ളത്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ എന്ന ആശയത്തിന് പ്രാമുഖ്യം നൽകി 3 മുതൽ 6 വരെ പ്രായമുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ ഔപചാരികമായ വിദ്യാഭ്യാസ ഘടനാ പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് NEP നൽകുന്ന ഏറ്റവും വലിയ ഭീഷണി. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ഔപചാരിക വിദ്യാഭ്യാസ ഘടനയ്ക്കകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതവരുടെ സ്വതന്ത്രവും നൈസർഗികവുമായ വളർച്ചാ വികാസത്തിന് തടസ്സം സൃഷ്ടിക്കും. കാരണം മസ്തിഷ്കത്തിൻ്റെ ക്രമപൂർവമായ വളർച്ചയ്ക്കും പേശി വികസനത്തിനും കളിയുടെയും ചിരിയുടെയും അനുഭവങ്ങളുടെയും ഒരു പശ്ചാത്തലമാണ് കരണീയമായിട്ടുള്ളത്. ആയതുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസ ഘടനയിലേക്ക് ഈ പ്രായമുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുവരുമ്പോൾ അത് വിദ്യാർത്ഥി സമൂഹത്തോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അവരുടെ കഴിവുകളെ, സ്വതസിദ്ധമായ കഴിവുകളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു കാരണമായി തീരും. അതുകൊണ്ട് KTF അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. 8ാം ക്ലാസ് വരെയുള്ള കാലയളവ് വ്യത്യസ്ത വിഷയ മേഖലകളിൽ അടിസ്ഥാന ധാരണകളും ആശയങ്ങളും വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കേണ്ട പ്രായമാണ്. പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും ഈ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രവൃത്തി സമയം ഉറപ്പാക്കേണ്ടതുമുണ്ട്. എന്നാൽ 6, 7, 8 ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന മിഡിൽ സ്റ്റേജിൽ തൊഴിൽ പരിശീലനം നിർദ്ദേശിക്കുന്നത് ആശങ്കാജനകമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ വന്ന ഇതര വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഒന്നും തന്നെ സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഊന്നൽ നൽകിയിട്ടില്ല, പ്രോത്സാഹനം നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇതും തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. കാരണം മിഡിൽ സ്റ്റേജിൽ തൊഴിൽ പരിശീലനം നൽകുന്നത് വിഷയാധിഷ്ഠിത അറിവ് നിർമ്മാണ പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കും. കുട്ടികളുടെ പഠന അനുഭവങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം സെക്കൻഡറി തലത്തിൽ ഒരിക്കലും അനുവദിക്കപ്പെടുവാൻ പറ്റുന്നതല്ല. അത് തിരുത്തേണ്ടത് തന്നെയാണ് എന്നാണ് KTFൻ്റെ നിർദ്ദേശം. ഭാഷാധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ അറബി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ത്രിഭാഷാ പോളിസി മുന്നോട്ട് വെക്കുന്ന ഈ വിദ്യാഭ്യാസ നയം ഭാഷാ പഠനത്തെ തകർക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആയതുകൊണ്ട്
ത്രിഭാഷാ പോളിസിയോട് ഒരിക്കലും യോജിക്കുവാൻ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പോലുള്ള ഭാഷാധ്യാപക സംഘടനകൾക്ക് സാധിക്കുകയില്ല. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനും അതിനോട് അനുകൂലിക്കുവാനും സാധ്യമല്ല. കാരണം ത്രിഭാഷാ പോളിസി പ്രകാരം 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നതാണ് വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഭാഷകളോടൊപ്പം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനും അവസരം നിർദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ നയത്തിൽ കൊറിയ, ജപ്പാനീസ്, തായ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോർത്തുഗീസ്, റഷ്യൻ തുടങ്ങിയ വിദേശ ഭാഷകൾക്കും സെക്കൻഡറി തലത്തിൽ പഠനാവസരം വാഗ്ദാനം ചെയ്യും. എന്നാൽ അറബി ഭാഷയ്ക്ക് യാതൊരുവിധ പരിഗണനയോ പരാമർശമോ ഈ NEP-യിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്ത് 481 മില്യൺ ജനങ്ങൾ സംസാരിക്കുന്ന 101 രാജ്യങ്ങളിൽ വിനിമയം ചെയ്യപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായ അന്തർദേശീയ പ്രാധാന്യമുള്ള അറബി ഭാഷ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ പേരിന് പോലും പരാമർശിപ്പിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ബോധപൂർവം അവഗണിക്കപ്പെട്ടതായിട്ടാണ് ഈ നയത്തിലൂടെ വ്യക്തമാകുന്നത്. ഇക്കാര്യം ഗൗരവകരമായി കണക്കിലെടുത്തുകൊണ്ട് ഭാഷാനയം പുനഃപരിശോധിക്കണം എന്നാണ് ഈ വെബിനാറിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത്. പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന 5+3+3+4 എന്ന പാറ്റേൺ പ്രകാരം 2ാം ക്ലാസ് വരെ ഫൗണ്ടേഷൻ സ്റ്റേജാണ്. അടിസ്ഥാന സാക്ഷരത എന്ന ലക്ഷ്യം ഈ ഘട്ടത്തിൽ ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും മാതൃഭാഷയല്ലാത്ത ഇതര ഭാഷകളുടെ പഠന സാധ്യത അവ്യക്തമാണ്. 3 മുതൽ 5 വരെയുള്ള പ്രിപ്പറേറ്ററി സ്റ്റേജിലും ഇതര ഭാഷകളുടെ പഠനാവസരങ്ങൾ വ്യക്തമല്ല. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 1ാം ക്ലാസ് മുതൽ അറബി ഭാഷാ പഠനത്തിന് വിപുലമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഫൗണ്ടേഷൻ തലത്തിലും പ്രിപ്പറേറ്ററി തലത്തിലും മാതൃഭാഷ കൂടാതെയുള്ള ഇതര ഭാഷാ പഠനത്തെ സാധ്യതകൾ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. അത് കൃത്യമായി നിർണയിക്കപ്പെടേണ്ടതുണ്ട്. ത്രിഭാഷാ നയം പിന്തുടരുമ്പോൾ മിഡിൽ സ്റ്റേജിലും സെക്കൻഡറി തലത്തിലും ഏതെങ്കിലും ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം താൽപ്പര്യത്തിനും അഭിരുചിക്കും അനുസരിച്ച് കരിയർ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഭാഷകൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതുണ്ട്. അനന്ത സാധ്യതകളുള്ള അറബി ഭാഷാ പഠനത്തിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം LP തലം മുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. നിലവിലുള്ള അവസരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. പ്രഗത്ഭരായ പണ്ഡിതന്മാരെയും വിദ്യാഭ്യാസ വിചക്ഷണരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് KSTM എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വെബിനാറിൽ ഭാഷാധ്യാപകരുടെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്ന നിലക്കാണ് ഓരോരുത്തരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനും എല്ലാവിധ ഭാവുകങ്ങളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് ആശങ്കാരഹിതമായ ഒരു പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.